എൻ്റെ പൊന്ന് പ്രബുദ്ധ കേരളമേ നാണിച്ച് തല താഴ്ത്ത്. കാരണം എന്താ അറിയുമോ, 16 വയസ്സുള്ള ഒരു കൊച്ചിനെ പ്രേതബാധ കൂടിയെന്നും പറഞ്ഞ് ഓട്ടോ ഓടിച്ച് നടന്ന ബാബുവിൻ്റെ അടുത്ത് കൊണ്ട് പ്രേതബാധ മാറ്റാൻ വേണ്ടി കൊണ്ടുപോയ കേരളമേ നമിച്ച്. എടാ, ഇത്രയും ടെക്നോളജി, ഇത്രയും ശാസ്ത്രവും വളർന്ന ഈ കാലഘട്ടത്തിലും പിഞ്ചു കുഞ്ഞുങ്ങളെയൊക്കെ ഇതുപോലുള്ള അവനെ കണ്ടറിയാം പൈങ്കിളിയാണെന്ന്. എടാ, പുള്ളിയുടെ റീൽസ് കണ്ടാൽ പിന്നെ നമ്മളെന്ത് പറയാനാണ്. എടാ, റീൽസ് കണ്ടാൽ പോരെ, റീൽസ് ആ റീൽസ് കണ്ടാൽ അറിയാമല്ലോ പുള്ളിക്കാരൻ ശരിക്കും പറഞ്ഞ ഒരു പൈങ്കിളിയാണെന്ന്. ഓട്ടോ ഓടിച്ച് നടന്ന രാജൻ ബാബു എന്നാടാ സന്യാസിയായത്? ഇതൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത്. 16 വയസ്സുള്ള ഒരു കൊച്ചിനെ മുറി അടച്ചിട്ട് 1 മണിക്കൂറോളം മുറി അടച്ചിട്ട് അതിനെ ക്രൂര പീഡനം. അത് പീഡിപ്പിച്ചെന്ന് പറയുന്നില്ല, അത് ഇറങ്ങി ഓടി, ഓക്കെ, അതുകൊണ്ട് രക്ഷപ്പെട്ട്. അവൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? പീഡനമായിരുന്നു, പീഡിപ്പിക്കുക എന്നുള്ളതായിരുന്നു. എന്താണ് മനുഷ്യൻ ഇങ്ങനെ ആകുന്നത്? ഇങ്ങനെ ആയിപ്പോണതിൻ്റെ കാര്യം എന്താണ്? സ്വന്തം കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് വല്ലവൻ്റെയും കയ്യിലോട്ട് കൊടുത്തിട്ട് ഇതൊക്കെ ഈ കുറേയൊക്കെ നമ്മുടെ സമൂഹത്തിന് ഇതിന് ഉത്തരവാദിത്തമുണ്ട്. ഈ രാജൻ ബാബുവിനെ പോലത്തെ ഒരു സന്യാസി, ഇയാളെപ്പോഴാ മറ്റേ സുരേഷ് ഗോപി ഒരു പടത്തിൽ പറയുന്നുണ്ട്, സന്യാസിക്ക് ഒരു തെമ്മാടിയാകാം, പക്ഷെ തെമ്മാടിക്ക് ഒരിക്കലും ഒരു സന്യാസിയാകാൻ പറ്റില്ല. സത്യം തന്നെയാണത്. ഏതെങ്കിലും ഒരുത്തിന് എവിടെയെങ്കിലും ഒരു രോഗശാന്തി നടത്തണമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ രോഗശാന്തി ഉടനെ ആരെങ്കിലും പൊക്കി പിടിച്ചോണ്ട് അവിടെ ചെല്ലും. പിന്നെ അവനാണ് രോഗശാന്തി കൊടുക്കുന്നത്. പിന്നെ അവനങ്ങ് സന്യാസിയായി, ഇല്ലെങ്കിൽ മറ്റേ വലിയൊരു ശുശ്രൂഷകനായി, ദൈവത്തിൻ്റെ കുഞ്ഞാടായി. പിന്നെ അവൻ പറയുന്നതാണ് കാര്യം. അവനിങ്ങനെ തിന്ന് കൊഴുത്ത് കുറേ കാശും മേടിച്ച് ആളുകളുടെ കയ്യിൽ നിന്ന് കുറേ പൈസയൊക്കെ മേടിച്ച് അവന് സമൂഹത്തിൽ ഭയങ്കര വിലയായി. പിന്നെ അങ്ങോട്ട് ഒടുക്കത്തെ രോഗശാന്തി ശുശ്രൂഷയും. പിന്നെ അവൻ ഈ ബാധ ഒഴിപ്പിക്കുന്നു, പ്രേതബാധ ഒഴിപ്പിക്കുന്നു. അവസാനം സംഭവിക്കുന്നത് എന്താണ്? അവൻ്റെ തനി കുണം പുറത്ത് വരുമ്പോൾ ഇതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കാണിച്ചു കൂട്ടുമ്പോൾ ലാസ്റ്റ് അവനെ പിടിച്ച് അകത്തിടുമ്പോൾ പിന്നെ എല്ലാവരും കൂടെ സോഷ്യൽ മീഡിയയിലൂടെ കുറേ കമൻറ്റാണ്, അത് അങ്ങനെ ആയിരുന്നു, ഇങ്ങനെ ആയിരുന്നു, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. എന്തിനാണ് പോണത്? ശാസ്ത്രം. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾക്ക് ഇപ്പോൾ കുറേ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ അറിവും പിന്നെ വെളിവും ഇല്ലായിരുന്നു പറയാം തലയ്ക്ക്, അല്ലേ? ഇപ്പം കയ്യിൽ ഈ സാധനം, ഇവിടെ പൈസ കൊടുത്ത് ഈ സാധനം മേടിച്ച്, ഇൻ്റർനെറ്റ് ഉൾപ്പെടെയുള്ള ഈ സാധനം മേടിച്ച് കൈ വെച്ച് വെച്ചും കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മൾക്ക് ഇപ്പോൾ ആരുടെയും പുറകെ നടക്കണ്ട. എന്ത് കാര്യങ്ങളും നമുക്ക് ഈ ഫോണിലൂടെ അറിയാം. ഇത്രയും ടെക്നോളജി വളർന്നിട്ടും ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ്, പിന്നെ സന്ദർഭം, അവസരങ്ങളുണ്ടായിട്ടും നമ്മൾ പിന്നെയും ഇതുപോലെ നടക്കുന്നവന്മാരുടെ പുറകെ എന്തിനു പോകണം? ആ 16 വയസ്സുള്ള ഒരു കൊച്ചിൻ്റെ പ്രേതബാധ ഒഴിപ്പിക്കാനായിട്ട് ഈ രാജൻ ബാബു എന്ന് പറയുന്ന സന്യാസി, അയ്യോ അവൻ്റെ റീൽസ് അവൻ്റെ റീൽസ് കണ്ടിട്ടാണെങ്കിൽ ഞാൻ ചിരിച്ച് അത് കണ്ടാലേ അറിയാം, കണ്ടാൽ തന്നെ അറിയാം അയാൾ ശരിക്കും പറഞ്ഞാൽ പക്ക തട്ടിപ്പുകാരനാണ്. കാരണം ഒരു തട്ടിപ്പുകാരൻ്റെ എല്ലാ ലക്ഷണവും പുള്ളിക്കുണ്ട്. പുള്ളിയുടെ റീൽസ് നോക്കിയാൽ പുള്ളി സുഖിച്ച് 10 പൈസക്ക് പണിയെടുക്കുന്ന ശരീരമാണെന്ന് കണ്ടിട്ടുണ്ടോ? അയാളെ കണ്ടറിയുവാ? കണ്ടാ തോന്നുവാ 10 പൈസക്ക് പണിയെടുക്കുന്ന ശരീരമാണ്. പണ്ടെങ്ങാണ്ട് ഓട്ടോ ഓടിച്ച് നടന്ന രാജൻ ബാബു പിന്നെ ഒരു സുപ്രഭാതത്തിൽ സന്യാസിയാണെന്ന് കൂടി. ഇതെങ്ങനെയുള്ള സന്യാസിയായത്? ഈ ടെക്നിക്ക് നമുക്കൂടെ ഒന്ന് പറഞ്ഞു തരുന്നെങ്കിൽ നമുക്ക് രക്ഷപ്പെടായിരുന്നല്ലേ? അല്ല, ഈ ടെക്നിക്ക് നമ്മൾക്ക് പിന്നെ എന്താ പറയുക, പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല. ഈ ടെക്നിക്ക് കുറച്ച് തൊലിക്കട്ടി മാത്രം മതി. തൊലിക്കട്ടിയും ഇതുപോലെ ഒരു പിന്നെ ഉടായിപ്പോൾ ഒരു ധ്യാന കേന്ദ്രമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലുള്ള ഒരു ഒരു ആശ്രമമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കും അത്യാവശ്യം കുറച്ച് പൈസ, ആദ്യം കുറച്ച് ഫണ്ട് ഇറക്കണം. കാരണം എന്ത് വന്നാലും നമ്മുടെ കൂടെ നിൽക്കാൻ കുറച്ച് പേര് വേണമല്ലോ, അതാണല്ലോ അത്യാവശ്യം. പിന്നെ കുറച്ച് രോഗശാന്തി ചെയ്യാനായിട്ട് കുറച്ച് ഇതുപോലെ ആരെങ്കിലും ഏതെങ്കിലും രോഗികളെ തപ്പിയെടുക്കണം. ഇതൊക്കെ ഈ ലോകത്ത് ഇന്ന് ഇത്രയും നെറികെട്ട ഞാൻ പറഞ്ഞറിയാം, ഇതും മനസ്സിൽ നമ്മുടെ ബോധമില്ലായ്മ, നമ്മുടെ ബുദ്ധിയില്ലായ്മ കൊണ്ടാണ് സംഭവിക്കുന്നത്. സമൂഹത്തിൽ ഇത്രയും ആളുകൾ വളർന്നു വരുന്നതിൻ്റെ കാരണം നമ്മൾ സമൂഹത്തിന് ബോധമില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളൊന്നും വളർന്നു വരത്തില്ല. മനസ്സിലായി? ഇത് വളർത്തിയെടുക്കുന്നതാണ്. അവൻ്റെ ആട്ടവും പാട്ടവും, ആ റീൽസിട്ടുള്ള കളികളൊക്കെ കണ്ട എൻ്റെ പൊന്നുമുത്തെ അത് ഏത് പൊട്ടനും മനസ്സിലാകും അവൻ നല്ല ശരിക്കും എൻ്റർടൈൻമെൻറ്റ് ചെയ്ത് ലൈഫ് എൻജോയ് ചെയ്യണം. യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളോ കാരണം അവൻ അച്ചീവ് ചെയ്ത്, അവൻ എന്താണോ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ എവിടെ എത്തിപ്പെടണമെന്നാണോ അവൻ ആഗ്രഹിച്ചത് അവൻ അവിടെ എത്തിപ്പെട്ടു എന്നുള്ളതാണ്. മനസ്സിലായി? ഇപ്പോൾ കുറേ ആളുകൾ ഇതുപോലെ ഈ ഉടായ്പ പരിപാടിയും തരികിട പരിപാടിയും കാണിച്ചിട്ട് ഇതുപോലുള്ള കള്ളത്തരമൊക്കെ കാണിച്ച് തട്ടിയും മുട്ടിയും ലക്ഷങ്ങളുണ്ടാക്കി ജീവിച്ചു പോവുകയാണ്. എന്തിനാണ് മനുഷ്യനിങ്ങനെ? എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ രോഗശാന്തിക്ക് വേണ്ടിയിട്ട് ഈ രോഗശാന്തി എന്ന് പറയുന്ന പരിപാടി തരുന്നവന്മാരെന്തെങ്കിലും പിന്നെ അസുഖം വന്നു കഴിഞ്ഞാൽ നേരെ ഡോക്ടറെ പോയി കാണുകയാണ് ചെയ്യുന്നത്. പിന്നെ എന്തിനാണ് ഈ പറഞ്ഞ ഈ ഡോക്ടർമാരെന്തിനാണെന്ന് ഇത്രയും സർട്ടിഫിക്കറ്റ് ഈ ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ട് ഈ ഡോക്ടർമാരും ഹോസ്പിറ്റലുകളും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് എന്തിനാണ്? ഇവർ പോരെ, ഈ കള്ളനും കൊള്ളക്കാരനൊക്കെ പോരെ? ഇതുപോലുള്ള രോഗശാന്തി തരാനും ഇതുപോലുള്ള സന്യാസിമാരും ഈ പറയുന്ന പോലെ തന്ത്രിമാരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് എന്തിനാണ് ഈ ഹോസ്പിറ്റലിൽ ഇത്രയും പൈസ മുടക്കി ഇത്രയും ടെക്നോളജി വളർത്തി എന്തിനാണ് ഇത്ര ഹോസ്പിറ്റലിൽ ഇത്രയും ഡോക്ടർമാർക്ക് പൈസ കൊടുക്കുന്നത് എന്തിനാണ്? ഇതൊക്കെ മനസ്സിലാക്കാതെ എന്തിനു വേണ്ടി പോയിട്ട് ഇങ്ങനെയുള്ള കള്ളന്മാരുടെയൊക്കെ നടുക്ക് പോയിട്ട് ഇപ്പം അവൻ അവൻ ആ കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, അത് രക്ഷപ്പെട്ട് ഓടിയത് കൊണ്ട് പിന്നെ ആ കുട്ടിയുടെ ജീവിതം രക്ഷപ്പെട്ടു. ഇല്ലായിരുന്നുണ്ടെങ്കിൽ അത് പീഡിപ്പിക്കപ്പെടും. പുറമല്ലോ ഇപ്പം അതിനൊരു ധൈര്യം ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ആ കുട്ടി രക്ഷപ്പെടാൻ ശ്രമിച്ചത് കൊണ്ട് പുറം ലോകം അറിഞ്ഞു. ഇല്ലായിരുന്നെങ്കിലോ ഒരു പക്ഷേ ഇത് പുറം ലോകം അറിയാത്ത എത്ര കേസ് നടന്നിട്ടുണ്ടാവും. ഇത് പുള്ളിയുടെ ആദ്യത്തെ അനുഭവം ആയിരിക്കും, അത് ഒരിക്കലും.
എന്തിനാണ് വെറുതെ നമ്മളാണ് ഈ ലോകത്ത്, നമ്മളെപ്പോലുള്ള മലയാളികളെ പോലെ അഹങ്കാരികൾ ഈ ലോകത്തിൽ എല്ലാം തികഞ്ഞവരാണെന്നുള്ള ചിന്തയാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഏറ്റവും കൂടുതൽ അബദ്ധം കാണിക്കുന്നത് നമ്മൾ തന്നെയായിരിക്കും, മലയാളികൾ തന്നെയായിരിക്കും. അതിൻ്റെ കാരണം എന്താ അറിയോ? ഈ നമ്മുടെ നാട്ടിൽ എന്തുമാത്രം ഇത്തരം ഞാനും വെറുതെ പറയുന്നില്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വിശ്വാസികളെല്ലാം കൂടെ എന്നെ എടുത്തിട്ട് അലക്കും. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ നാട്ടിൽ രോഗശാന്തി എന്നും പറഞ്ഞ് എന്തുമാത്രം സ്ഥാപനങ്ങളാണ് തുറന്നു വെച്ചിരിക്കുന്നത്. രോഗശാന്തി എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അല്ല, നമ്മുടെ ഹോസ്പിറ്റലുകളല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഹോസ്പിറ്റലുകൾ അവർ കൃത്യമായിട്ട് ചികിത്സ തരുന്നുണ്ട്. കുറേയൊക്കെ പിന്നെ ശാസ്ത്രീയമായിട്ട് തന്നെ പഠിച്ചിട്ട് തന്നെയാണ് അവർ തരുന്ന ചികിത്സകൾ. അത് പിന്നെ ഒരു 70% 80% ജനങ്ങളിൽ ഫലിക്കുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ നിലനിന്ന് പോകുന്നത്, അല്ലേ? അല്ലാതെ രോഗശാന്തി എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മൾക്ക് സൗഖ്യം നൽകാൻ വേണ്ടി കുറേ സ്ഥാപനങ്ങൾ തുറന്നു വെച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ ലക്ഷ്യം എന്താണ്? അവരൊക്കെ പണം അടിക്കാൻ വേണ്ടിയിട്ട്, പൈസ അടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതെന്ന് മനസ്സിലാക്കും? ഇതെന്നും മനസ്സിലാക്കാനിരിക്കുകയാണ്. പിന്നെ എന്തെങ്കിലും വാ തുറന്ന് പറയാൻ പറ്റുക? പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പൊങ്കാലിടും എല്ലാവരും കൂടെ. വിശ്വാസികൾ കൊല്ലാക്കൊല്ല ചെയ്യും. അതാണ് ഇതിലും വലിയ കോമഡി. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഇതുപോലുള്ള കള്ളൻ്റെയും കൊള്ളക്കാരൻ്റെയൊക്കെ കയ്യിൽ കൊണ്ടുപോയി ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി കൊടുത്തിട്ട് അവന്മാർക്ക് നശിപ്പിക്കാനായിട്ട്, അവന്മാർക്ക് എൻ്റർടൈൻ ചെയ്യാനായിട്ടുള്ള ഒരു വസ്തുവായിട്ട് കൊണ്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ബാധ ഒഴിപ്പിക്കാനേ, 16 വയസ്സുള്ള കൊച്ചിനെ ബാധ ഒഴിപ്പിക്കാനായിട്ട് കൊണ്ടുപോയി കൊടുത്താണ് ഒരു റീൽസ് ചെയ്യുന്ന ഒരു സന്യാസിയുടെ അല്ലെങ്കിൽ ഒരു ഓട്ടോക്കാരനായ രാജൻ ബാബുവിൻ്റെ കയ്യിലോട്ട്. ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ചേട്ടാ നമ്മൾക്ക് ചികിത്സിക്കാമായിരുന്നല്ലോടാ, അല്ലേ? ഇതറിഞ്ഞിരുന്നെങ്കിൽ പ്രേതബാധ മാറ്റാൻ നമ്മൾക്ക് പറ്റുമായിരുന്നല്ല. നമ്മളെന്തെങ്കിലുമൊക്കെ പൂജാവിധിയാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മളെന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി വെച്ച് ചിലപ്പോൾ ഫലിച്ചെന്നും വരും. അല്ല, ഇവന്മാർക്കൊക്കെ സിദ്ധി ഉണ്ടെങ്കിൽ നമുക്കും സിദ്ധിയുണ്ട്, അത്രേ ഉള്ളൂ. ഇവന്മാർക്ക് ഈ കള്ളനും കൊള്ളക്കാരനൊക്കെ സിദ്ധി ഉണ്ടെങ്കിൽ നമ്മളൊക്കെ അത് വെച്ച് നോക്കുമ്പോൾ ഡീസൻ്റാണ്. നമ്മളെന്തായാലും പീഡിപ്പിക്കാനും ഇങ്ങനെയുള്ള കാര്യത്തിനൊന്നും പോയിട്ടില്ല. ആർക്കിട്ടും പണി കൊടുക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ജനങ്ങളെ പറ്റിച്ച് കാശുണ്ടാക്കാനോ നമ്മൾ അന്തമായിട്ട് കഷ്ടപ്പെട്ട് തന്നെ ജീവിക്കുന്നത്. ഒരുപക്ഷെ ഇവന്മാർക്ക് സിദ്ധി ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ സിദ്ധി നമുക്കുണ്ടാവും, അല്ലേ? എനിക്ക് തോന്നുന്നത് ഇതിലും നല്ലത് കുറച്ച് പൂജാദ്രവ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് പൂജ ചെയ്ത് ഈ പറയുന്ന പോലെ ബാധ ഒഴിപ്പിക്കാമായിരുന്നു. എന്തൊരു ലോകമാണ് ഇതൊക്കെ! ഇനി എന്ന് മാറും ഈ കാലഘട്ടം? ഞാൻ മനസ്സിലായി. ഇത്രയും മനുഷ്യൻ ഇത്രയും വളർന്നിട്ട്, ശാസ്ത്രം വളർന്നിട്ട്, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സത്യത്തിന് വിലയില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. സത്യത്തിന് വിലയില്ല. ശാസ്ത്രീയമായിട്ട് നമ്മൾ എന്ത് കാര്യം ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ട് അതിൻ്റെ അടിസ്ഥാനമായിട്ട് മനുഷ്യന് ഇപ്പോൾ ഒരു മരുന്നാണെങ്കിലും അത് എത്ര നാളത്തെ പരീക്ഷണത്തിനൊടുവിലാണ് അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്, അതാദ്യം മനസ്സിലാക്കുക. ഒരുപാട് പരീക്ഷണങ്ങളും കാലങ്ങളെടുത്ത് പരീക്ഷിച്ചിട്ടൊക്കെയാണ് ഒരു മരുന്നാണെങ്കിൽ പോലും അത് ജനങ്ങളിലേക്ക് ഗവൺമെൻറ് പഠിച്ചിട്ടാണ്, അതിനെക്കുറിച്ച് പഠിച്ചിട്ട് ശാസ്ത്രീയമായി പഠിച്ചിട്ട് അതിൻ്റെ എന്താ പറയുക, അതിന് അത്രയും വിവരവും വിദ്യാഭ്യാസം ഉള്ളവർ അതിനെക്കുറിച്ച് ശരിക്കും നിരീക്ഷണങ്ങൾ നടത്തിയതിന് ശേഷമാണ് ജനങ്ങളിലേക്ക് ഒരു മരുന്ന് പോലും എത്തിക്കുന്നത്. അതാണ് ശാസ്ത്രീയത. ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയാണ്. എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് ശാസ്ത്രീയമായിട്ട് അതിനെ വിലയിരുത്തും. ഇതെന്താണ്? കുറച്ച് പൂക്കൾ മേടിച്ച് കുറച്ച് പൂജ നടത്തി ചൂരൽ കൊണ്ട് അടിയും പൊളിക്കാൻ ഈ പറഞ്ഞ ഓടിച്ചിട്ട് പീഡിപ്പിക്കുക, ഇതൊക്കെയാണോ ഈ പറയുന്ന അല്ല പറയുന്നതോട് ചിലപ്പോൾ ഇത് ആർക്കും ഇഷ്ടപ്പെടും. ഞാൻ പറയുന്നത് ചിലപ്പോൾ ആർക്കും സൂചിച്ചെന്ന് വരത്തില്ല, പക്ഷെ പറയാതിരിക്കാൻ വയ്യ. മനസ്സിലായോ? ഒരു സുപ്രഭാതത്തിൽ ഓട്ടോ ഓടിച്ച് നടന്നവൻ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അവൻ സന്യാസിയായി. ഇതെങ്ങനെ? അതാണ് എനിക്ക് മനസ്സിലാത്തത്. നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ ഇത് ഇപ്പോഴെന്നല്ല, കാലാകാലങ്ങളായിട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ്. കാലാകാലങ്ങളായിട്ട് ഇത് ഞാൻ നോക്കിയിട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് പറയാനുള്ളത്, എൻ്റെ യുവാക്കളെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ ചെയ്യുന്ന തൊഴിലൊക്കെ നിർത്തിയിട്ട് വല്ല പൂജ ചെയ്യാനാ, ഇതുപോലെ രോഗശാന്തി ധ്യാന കേന്ദ്രം തുടങ്ങാനൊക്കെ പോകും. പച്ച പിടിക്കും, രക്ഷപ്പെടും. അല്ല, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് വെളിവില്ലാത്ത അത്രയും കാലം, നമ്മുടെ സമൂഹത്തിന് വെളിവില്ലാത്ത അത്രയും കാലം ഇതൊക്കെ ശരിക്കും പച്ച പിടിക്കും, ശരിക്കും നൂറോടും. അതായത് കുടുംബം വിറ്റായാലും ഇങ്ങനെയുള്ളവന്മാർ ചോദിച്ചാൽ കാശ് കൊടുക്കും. പിന്നെ ഇങ്ങനെയുള്ളവന്മാരെ നിലനിർത്തിക്കൊണ്ട് പോകേണ്ടത് നമ്മുടെ സമൂഹത്തിൻ്റെ ആവശ്യമാണല്ലോ. അതിപ്പോൾ കുടുംബം വിറ്റായാലും ഈ നമ്മുടെ നാട് അത് ചെയ്യും. മനസ്സിലായി? അതാണ് നമ്മുടെ ഈ നാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. കള്ളനെയും കൊള്ളക്കാരനെയും വളർത്താൻ നമ്മുടെ സമൂഹം കഴിഞ്ഞേ ഉള്ളൂ. ഇത്രയും റീൽസൊക്കെ ചെയ്ത് ഇത്രയും അടിപൊളിയായിട്ട് സൂഹിച്ച് 10 പൈസയുടെ പണിയെടുക്കാതെ ജീവിക്കാൻ പറ്റുന്ന ഏക സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്. ആരും അന്വേഷിച്ചും വരത്തില്ല, ആരും പിടിക്കത്തില്ല. പിന്നെ ഇതുപോലുള്ള സംഭവങ്ങളുണ്ടായാൽ മാത്രം ചോദ്യം ചെയ്യുക. അത് എത്ര നാളത്തേക്കാണ്? ഇനി കുറച്ച് നാൾ ഇന്ന് ഷിഞ്ചിതയ്ക്ക് ജാമ്യം കിട്ടി. ഇനി എന്തായാലും നടക്കാൻ പോകുന്നത്? കുറച്ച് നാൾ കഴിയുമ്പോൾ അവൾ ഇറങ്ങും, ഒരു ഫോണുമായിട്ട് ഇറങ്ങി കുറച്ച് റീൽസൊക്കെ ചെയ്ത് ഇതുപോലെ വീണ്ടും അവളുടെ ലൈഫിലേക്ക്, പഴയ ലൈഫിലേക്ക് തിരിച്ചു പോകും. പിന്നെ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന പോലെ ഈ ഷിഞ്ചിതയെ ഈ പറയുന്നത് പോലെ കുറ്റം പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഇനി അനുകൂലിക്കാൻ ആളുകളുണ്ടാവും, ഫോളോ ചെയ്യാൻ ആളുകളുണ്ടാവും. അവൾക്ക് വരുമാനം കിട്ടി തുടങ്ങും. പിന്നെ ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോസൊക്കെ ചെയ്ത് കുറേ വെളുപ്പിച്ച് അങ്ങനെ ആ ഒരു ലൈഫ് സെറ്റായി. ഇപ്പോൾ അവൾ വൈറലായില്ലേ? ഇപ്പോൾ ഈ പറഞ്ഞവനും ഈ രാജൻ ബാബു എന്ന് പറയുന്ന ഈ പറഞ്ഞ മുരാരി അല്ലേ, മുരാരിയല്ല മൂരിയാണ്, മുരാരി തന്ത്രി. അപ്പോൾ ഈ തന്ത്രി അദ്ദേഹവും ഇനി കുറച്ച് ആളുകൾ കഴിയുമ്പോൾ ഇറങ്ങും. അദ്ദേഹത്തെ ട്രാപ്പിലാക്കിയെന്നാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തെ ട്രാപ്പിലാക്കിയെന്നാണ്. അദ്ദേഹത്തെ ട്രാപ്പിലാക്കിയത് അദ്ദേഹം തന്നെയാണ്. പൂജ ചെയ്യാൻ വന്നവൻ പൂജ ചെയ്യണം, മനസ്സിലായ?
കൊച്ചിനെ കുളിപ്പിക്കാൻ കൊച്ചിനെ കുളിപ്പിക്കണം, അല്ലാതെ കൊച്ചിൻ്റെ അമ്മയെ കുളിപ്പിക്കാൻ നോക്കുന്നു. ഇതിപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ പൂജ ചെയ്യാൻ വന്നപ്പോൾ നോക്കിയപ്പോൾ 16 വയസ്സല്ലേ ഉള്ളൂ കൊച്ചിന്. പിന്നെ ഈ റീൽസൊക്കെ ഇട്ട് ഇങ്ങനെ ഈ ഫുഡൊക്കെ അടിച്ച് നല്ല തീമിർത്തൊക്കെ ഇങ്ങനെ ഊഹിച്ച് ലക്ഷറി ലൈഫിൽ നിൽക്കുമ്പോൾ ഒരു കൊച്ചിനെ കിട്ടിയ കയ്യിൽ 16 വയസ്സുള്ള അവൻ എന്ത് ചെയ്ത്? അയ്യോ, അപ്പോൾ ഇത് ഏത് കാലത്ത് ഇതിനൊക്കെ കടുത്ത ശിക്ഷയാണ് കൊടുക്കേണ്ടത്, കടുത്ത ശിക്ഷ. തെളിവ് സഹിതം പിടിച്ചിട്ടുണ്ടെങ്കിൽ കടുത്ത ശിക്ഷ നൽകണം, അതിനകത്ത് ഒരു കുറവും വരുത്തില്ല. ഈ ശിക്ഷ നടപടി ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, എൻ്റെ പൊന്ന് കേരള ജനത, എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അധ്വാനിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഈ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെ എന്നെക്കുറിച്ച് തന്നെയാണ് എന്നെ ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്. നമ്മൾ അധ്വാനിച്ചാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ കൈകളിലേക്ക് ഒരു പട്ടി ഒന്നും കൊണ്ട് തരത്തില്ല. നമ്മളുടേത് ഉള്ളത് കൂടെ എടുത്ത് കളയാനേ ശ്രമിക്കുകയുള്ളൂ. നമ്മൾ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ, നമ്മൾ ഉണ്ടാക്കുന്നത് നിലനിന്ന് പോകണമെങ്കിൽ നമ്മൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കണം. കഷ്ടപ്പെട്ടുണ്ടാക്കിയ വസ്തുവകകൾ കൊണ്ട് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കണം. എന്നിട്ട് നമ്മൾക്ക് എന്തെങ്കിലും ഒരു അസുഖമോ കാര്യങ്ങളോ വന്നാൽ അതിന് കൃത്യമായിട്ട് മെഡിസിൻ, നമ്മൾക്ക് നല്ലത് എന്ന് തോന്നുന്ന ഡോക്ടേഴ്സ് ഒരുപാട് പഠിച്ചിട്ട്, നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ ഇരിക്കുന്നത് നല്ല ശരിക്കും പഠിച്ചും അറിവും വിവരവും വിദ്യാഭ്യാസമുള്ള ഡോക്ടേഴ്സ് തന്നെയാണ്. അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ അവർക്ക് പിന്നെ നല്ലൊരു പ്ലാറ്റ്ഫോം ഇല്ലാത്തതുകൊണ്ടാണ് അവർക്ക്, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, നല്ല ഒരു നമ്മളുടെ ഗവൺമെൻറ് അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ അവരൊക്കെ നല്ല കഴിവുറ്റ ആളുകൾ, കഴിവുള്ളവർ തന്നെയാണ്. എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും നല്ല ഹോസ്പിറ്റലിൽ പോകാൻ ശ്രമിക്കണം. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റൽ അതൊക്കെ കാലാകാലങ്ങളായിട്ട് പഠിച്ച് ഗവേഷണം നടത്തി തെളിയിച്ച് മരുന്നുകൾ ഉണ്ടാക്കി അതിനെക്കുറിച്ച് അതിൻ്റെ സൈഡ് എഫക്റ്റ് ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് ഓരോ രോഗത്തിന് വേണ്ട ചികിത്സകളും മരുന്നുകളൊക്കെ നിർണ്ണയിക്കുന്നത്. അല്ലാതെ ഈ പറയുന്നത് പോലെ കുറച്ച് പൂക്കളും കുറച്ച് ഈ പറയുന്ന പോലെ പഴങ്ങളൊക്കെ എടുത്തു വെച്ചും കുറച്ച് ഒരു ഹോമം നടത്തി വെച്ചും അതിനകത്ത് ആളെ ഇരുത്തി ചൂരലിന് കൊണ്ട് അടിക്കുകയോ അല്ലെങ്കിൽ തല്ലുകയോ അതോട്ട് കയറ്റിയിട്ട് പീഡിപ്പിക്കുകയോ ഒന്നും അല്ല. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ആ കാലം പോയി. ഒരുപക്ഷെ 100 വർഷം മുൻപ് ഇതൊക്കെ കേട്ടാൽ ഒരു രസം ഉണ്ടായിരുന്നു. ഇന്ന് ആ കാലമൊക്കെ പോയി. ഇന്ന് മനുഷ്യന് വിവരമുണ്ടല്ലോ, കൈവെള്ളയിലിരിപ്പില്ലേ ഫോൺ, ഇതിനകത്തുണ്ടല്ലോ എന്തിനെക്കുറിച്ചുള്ള എന്ത് ചോദ്യം ചോദിച്ചാലും മറുപടി തരാനുള്ള ഉത്തരം തരുന്ന നമ്മൾക്ക് കയ്യിൽ ഫോണുണ്ട്. നമ്മൾ 100,000 പ്രശ്നങ്ങൾ, 100,000 പിന്നെ എന്താ പറയുക കുറ്റകൃത്യങ്ങൾ നമ്മൾ ഇതിലേക്കൂടെ എന്നും കേൾക്കുന്നതല്ലേ. നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് ആലോചിക്കുമ്പോൾ ആദ്യം നമ്മൾ അതിനെക്കുറിച്ചൊന്ന് വിലയിരുത്തണം. ഈ 16 വയസ്സുള്ള കുട്ടിക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ഒരു സൈക്കാട്രിസ്റ്റിനെ കൊണ്ട് കാണിച്ചാൽ ആ സൈക്കാട്രിസ്റ്റ് നിർദ്ദേശിക്കുന്ന മരുന്ന് അത് കൊടുത്താൽ തീരുന്ന പ്രശ്നം ഉണ്ടാവുള്ളൂ. ഇപ്പോഴും പ്രേതബാധ, ഭൂതബാധ, ഈ പറയുന്ന പോലെ മറ്റേ പിശാചെന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന തന്ത്രിമാർക്കെങ്കിലും കള്ളന്മാർക്കെങ്കിലും പിന്നെ ഓട്ടോക്കാർക്കെങ്കിലൊക്കെ എന്തിനു പോകണം? ഞാൻ ഓട്ടോക്കാരെന്ന് പറയുന്നത് വിഷമിക്കരുത്, അത് ഇയാളെ ഉദ്ദേശം മാത്രമാണ്. ഓട്ടോക്കാരെന്ന് പറഞ്ഞാലും വളരെ മാന്യമായിട്ട് ജീവിക്കുന്നവർ തന്നെയാണ്. ഞാൻ പറഞ്ഞ രാജൻബാബു ഓട്ടോക്കാരനായിരുന്നു, ഇയാൾ ഇത് നിർത്തിയിട്ടാണ് ഈ പറഞ്ഞ പരിപാടിക്ക് പോയത്. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളുടെ മക്കളെ എന്നല്ല, ദയവ് ചെയ്ത് ഇത്തരം ഈ രോഗശാന്തിക്കാരുടെ അടുത്തേക്ക് പോകാതെ ദയവ് ചെയ്ത് നിങ്ങൾക്കൊരു പനി വന്നാൽ നിങ്ങൾ നേരെ ഹോസ്പിറ്റലിലോട്ട് പോവുക. ഹോസ്പിറ്റലിൽ പോയിട്ട് നല്ല ഡോക്ടറെ കണ്ട് നിങ്ങൾ മരുന്ന് മേടിക്കുക. എന്തിനുള്ള മരുന്ന് നമ്മളുടെ ഈ എന്താ പറയുക ശാസ്ത്രത്തിൻ്റെ കയ്യിലേ എന്തിനും പ്രതിവിധി ഉള്ളു. നിങ്ങൾ പ്രാർത്ഥിച്ചൊന്നും നേടാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. അത് നിങ്ങളുടെ വെറും തെറ്റിദ്ധാരണയാണ്. അങ്ങനെ കുറേ കാശ് കാലാകാലങ്ങളായിട്ട് ഉണ്ടാക്കിയിട്ടുകൊണ്ട് ഇപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഇനിയും ദയവ് ചെയ്ത് അതിന് പാത്രമാകാതിരിക്കുക. എന്തിന് നമ്മൾ അതിന് ഉപയോഗവസ്തുവാകുന്നു? കുറേ ആളുകൾക്ക് ലക്ഷറിയായിട്ട് ജീവിക്കാനായിട്ട് നമ്മുടെ കയ്യിലുള്ള പണം കൊടുത്ത് നമ്മുടെ മക്കളെ കൊണ്ട് എറിഞ്ഞിട്ട് കൊടുത്ത് എന്തിനു വേണ്ടി ഈ കള്ളത്തരത്തിന് പുറകെ നമ്മളെന്തിന് ഭക്തി ഉണ്ടായിക്കോട്ടെ, ഭക്തി പ്രാർത്ഥന അത് ഒരു പ്രയോജനമില്ലാത്ത കാര്യമാണെങ്കിലും നടന്നോട്ടെ, പ്രാർത്ഥിച്ചോ. അതാർക്കും ഒരു ഈ പറയുന്നത് പോലെ ആർക്കും ഉപദ്രവമില്ലാത്ത കാര്യമാണല്ലോ. എവിടെയെങ്കിലുമൊക്കെ നോക്കി പ്രാർത്ഥിച്ചു, മരത്തിൻ്റെ മുകളിൽ ആകാശത്തിലോട്ടൊക്കെ നോക്കി പ്രാർത്ഥിച്ചു. അത്രയും സമയം ഈ പ്രാർത്ഥിക്കുന്ന ആളെ കൊണ്ടുള്ള ശല്യം സമൂഹത്തിന് ഇല്ലാതെ വരില്ല. ആ ഒരു പ്രയോജനം എന്തായാലും പ്രാർത്ഥനകളുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ദയവ് ചെയ്ത് ഇനി ഇത്തരം അപകടങ്ങളിലേക്കൊന്നും പോയി വീഴാതെ എന്തെങ്കിലും ഇത്തരം കാര്യങ്ങൾ, ഇത്തരം ഈ പറയുന്ന പോലെ രോഗശാന്തിയോ അല്ലെങ്കിൽ നമുക്ക് രോഗശാന്തി വേണമെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എന്താ പറയുക മരുന്ന് കഴിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഡോക്ടറെ കാണുക. പഠിച്ചിട്ട് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിവോടെ നമ്മൾക്ക് ചികിത്സ ചെയ്യുന്ന ഡോക്ടർമാരെ പോയി കാണുക. അല്ലാതെ ദയവ് ചെയ്ത് ഇത്തരം കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും ഇടക്ക് പോയിട്ട് ജീവിതം നഷ്ടപ്പെടുത്തുക. ഇപ്പോൾ ആ കുട്ടിയുടെയും ജീവിതം കണ്ടോ, അതും ഇപ്പോൾ വൈറലായില്ലേ. അതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ ഒരുപാട് പേർക്ക് അറിയത്തില്ലെങ്കിലും അത്യാവശ്യം നാട്ടുകാർക്ക് അറിയാൻ പറ്റുള്ളൂ അത് ഏത് കുട്ടിയാന്ന്. അപ്പോൾ എന്തിനാ വെറുതെ ഓരോ ജീവിതങ്ങൾ കൊണ്ട് കളയാനായിട്ട് ഓരോ അബദ്ധങ്ങൾ കാണിക്കുന്നത്? അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരം ആളുകളെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുക, അവർ വളരാൻ അനുവദിക്കാതിരിക്കുക. ഓക്കെ.